നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിനീളെ ആയിരങ്ങളായിരുന്നു ഇന്നലെ നരേന്ദ്രമോദിയെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനും പൂക്കൾ അർപ്പിക്കുവാനായിട്ട് നിരവധി ആളുകളായിരുന്നു റോഡിന്റെ ഇരു സൈഡിലുമായിട്ടും നേരം വൈകിയാലും കാത്തു നിന്നത്. കേരളത്തിൽ അദ്ദേഹം വന്നു പോയിട്ട് അധികം ദിവസങ്ങളായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ വന്നപ്പോഴും വൻ ജനാവലിയായിരുന്നു അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു വിളി കേട്ടു. അങ്ങനെയൊന്നുമല്ല, പ്രധാനമന്ത്രിക്ക് സമ്മാനം കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പോലീസ് ഇൻസ്പെക്ടർ ഒരാളോട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട ഒരു 54-കാരൻ റെജിമോൻ റോഡിൽ നിന്ന് നിരാശയോടെ ബാരിക്കേഡിനുള്ളിലേക്ക് കയറി. പക്ഷേ മോദിയുടെ റോഡ് ഷോയിൽ റെജിമോനെ കാത്തിരുന്നത് ഒരു ഭാഗ്യമായിരുന്നു. പുഷ്പവൃഷ്ടികൾക്കിടയിൽ ജയ്വിളികൾക്കുമിടയിൽ റെജിമോൻ ഉയർത്തിക്കാട്ടിയ ശില്പം മോദി കണ്ടു. അത് വാങ്ങാൻ അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മോദിയുടെ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങിയ SPG ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആ ശില്പം വാങ്ങി തൊട്ടു പിന്നാലെ കാറിലേക്ക് നൽകി. ഇടുക്കി പണിക്കൻകുടിയിൽ നിന്നെത്തിയതാണ് റെജിമോനും സംഘവും. മരപ്പണിക്കാരനായ റെജിമോൻ 30 ദിവസം എടുത്ത് മഹാഗണി മരത്തിൽ കൊത്തിയെടുത്തതാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു രൂപം പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട്. വൈകിട്ട് 4 മണിയോടെയാണ് റെജിമോനും സംഘവും എറണാകുളം ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തിയത്. ഒരു സഞ്ചിയിലായിരുന്നു മഹാഗണിയിലെ മോദി രൂപം. അല്പം ശങ്കിച്ചാണ് പുറത്തെടുത്തത്. കൂടെയുള്ളവരാണ് പോലീസ് ഓഫീസറോട് പറഞ്ഞു നോക്കാമെന്ന ബുദ്ധി ഉപദേശിച്ചത്. അത് വിഫലമായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽപ്പായി. ഏതായാലും റോഡ് ഷോയ്ക്കിടയിൽ കാണിക്കാമെന്ന് റെജിമോൻ തന്നെയാണ് പറഞ്ഞത്. 16-ാം വയസ്സിൽ മരത്തിൽ കൊത്തി തുടങ്ങിയതാണ് ഈ റെജിമോൻ. വലിയ അനുഗ്രഹമായിരുന്നു സ്വന്തം കൈയാൽ കൊത്തിയ സമ്മാനം ഇഷ്ട നേതാവായ നരേന്ദ്രമോദിക്ക് നൽകണമെന്നുള്ളത്. തൃശ്ശൂരിലെത്തിയപ്പോൾ നൽകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പോളിഷിംഗ് കഴിഞ്ഞിരുന്നില്ല. സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ നടക്കുമെന്ന് ചിലർ പറഞ്ഞു. നമ്പറൊക്കെ സംഘടിപ്പിച്ച് വാട്സാപ്പിൽ വിവരം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും കത്തയച്ചിരുന്നു. റെജിമോൻ പറഞ്ഞു, ഏതായാലും പ്രധാനമന്ത്രി എന്റെ സമ്മാനം വാങ്ങിയല്ലോ, വലിയ സന്തോഷമായി എന്നാണ് അദ്ദേഹം അതിനുശേഷം അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് കസവുമുണ്ടും വേഷ്ടിയും ധരിച്ച് തികഞ്ഞ ഭക്തനായിട്ടാണ് ഗുരുവായൂർ കണ്ണനെ കണ്ട് കൈതൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ പ്രധാനമന്ത്രി അല്പം മുൻപാണ് ഗുരുവായൂരപ്പനെ കണ്ട് വണങ്ങി തിരിച്ച് യാത്രയായത്. കസവുമുണ്ടും വേഷ്ടിയും ധരിച്ച് തലയെടുപ്പോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം ഭാരവാഹികൾ ചേർന്നാണ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രിക്ക് ഇന്ന് ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടക്കും. ക്ഷേത്രത്തിനുള്ളിൽ പ്രധാനമന്ത്രി താമരപ്പൂ കൊണ്ടാണ് തുലാഭാരം നടത്തിയത്. 20 മിനിറ്റോളം അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ ചിലവഴിച്ചു. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറാണ് ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തെ അനുഗമിച്ചത്. പുറത്തെ സർക്കിളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തന്ത്രിമാർക്കും പരിമിതപ്പെടുത്തിയ ആളുകൾക്കും മാത്രം പ്രവേശനമുള്ള അകത്തെ സർക്കിളിലെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം അംഗങ്ങൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ശ്രേയസിന്റെ വിവാഹത്തിൽ പങ്കെടുത്തു. ദമ്പതികൾക്ക് വരണമാല്യം എടുത്തു നൽകിയത് മോദിയായിരുന്നു. തുടർന്ന് മറ്റ് നവദമ്പതികളെയും പ്രധാനമന്ത്രി ആശംസ അറിയിച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് മടങ്ങിയത്.